ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിച്ച ഒരു രാജാവിൻ്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. തോക്കിനും പീരങ്കിക്കും മുന്നിൽ വാളും ധൈര്യവും കൊണ്ട് പോരാടിയ കേരളത്തിൻ്റെ സ്വന്തം വീരൻ, കേരള സിംഹം പഴശ്ശിരാജ. ആരായിരുന്നു അദ്ദേഹം? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ഇത്രയധികം ഭയന്നത്? നമുക്ക് ചരിത്രത്തിലേക്ക് കടക്കാം. ആരാണ് പഴശ്ശിരാജ? കേരളവർമ്മ പഴശ്ശിരാജ 1751 കോട്ടയം രാജവംശത്തിൽ ജനിച്ചു. ഇന്നത്തെ കണ്ണൂർ, വയനാട് പ്രദേശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മേഖല. അധികാരത്തേക്കാൾ ജനങ്ങളുടെ ക്ഷേമത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ബ്രിട്ടീഷുകാരുമായുള്ള ഏറ്റുമുട്ടൽ 1793 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കനത്ത നികുതി ചുമത്താൻ തുടങ്ങി. കർഷകരുടെ ജീവിതം ദുരിതത്തിലായി. ഇത് അംഗീകരിക്കാൻ പഴശ്ശിരാജ തയ്യാറായില്ല. ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണത്തെ ഞാൻ അംഗീകരിക്കില്ല എന്ന നിലപാടോടെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഗറില്ല യുദ്ധം. ബ്രിട്ടീഷുകാർക്ക് ശക്തമായ സൈന്യവും ആധുനിക ആയുധങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പഴശ്ശിരാജ വനങ്ങളെ തൻ്റെ കോട്ടയാക്കി. വയനാട്ടിലെ കാടുകളിൽ നിന്ന് പെട്ടെന്നുള്ള ആക്രമണം നടത്തി വീണ്ടും കാട്ടിലേക്ക് മറയുന്ന ഗറില്ല യുദ്ധരീതിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതുമൂലം ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. വിശ്വസ്തരായ കൂട്ടാളികൾ ഈ പോരാട്ടത്തിൽ ആദിവാസി നേതാക്കളായ തലക്കൽ ചന്തു, എടച്ചേന കുങ്കൻ എന്നിവർ പഴശ്ശിരാജയുടെ പ്രധാന സഹയാത്രികരായിരുന്നു. പ്രദേശത്തെ ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചതിനാൽ ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തെ പിടികൂടാൻ വർഷങ്ങളോളം കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരുടെ പേടി സ്വപ്നം. 1797 മുതൽ 1805 വരെ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ നിരന്തരം വെല്ലുവിളിച്ചു. അദ്ദേഹത്തെ പിടികൂടാൻ വലിയ സൈന്യത്തെയും ധാരാളം പണവും ബ്രിട്ടീഷുകാർ ചെലവഴിച്ചു. എന്നിട്ടും അദ്ദേഹത്തെ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അവസാന പോരാട്ടം 1805 നവംബർ 30 മാവേലിത്തോട് പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് പഴശ്ശിരാജ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മരണം ബ്രിട്ടീഷുകാർക്ക് ഒരു വിജയമായിരുന്നെങ്കിലും കേരള ജനതയ്ക്ക് അത് ഒരിക്കലും മായാത്ത ദുഃഖമായി. എന്തുകൊണ്ടാണ് പഴശ്ശിരാജ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്? കേരളത്തിലെ ആദ്യകാല സ്വാതന്ത്ര്യ സമര നായകരിൽ ഒരാൾ, ഗറില്ല യുദ്ധത്തിൻ്റെ മികച്ച മാതൃക കാഴ്ചവെച്ച നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച ഭരണാധികാരി, കേരള സിംഹം എന്ന ബഹുമതിക്ക് അർഹനായ മഹാവീരൻ. ചരിത്രത്തിൽ ചില പേരുകൾ ഒരിക്കലും മായില്ല. കാരണം അവർ ജീവിച്ചത് സ്വന്തം ജീവിതത്തിനല്ല, സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത്തരത്തിലൊരു മഹാവീരനാണ് പഴശ്ശിരാജ. ഹലോ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചരിത്ര കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.